സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് കാറ്ററ്റ് എക്സാമിലെ കാറ്ററ്റ് കാറ്റഗറി 3 അതുപോലെ CTET ലെവലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാറ്ററ്റ് മറ്റ് കാറ്റഗറീസിന് അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. കൃത്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് റീസെന്റ് ആയിട്ട് വരുന്ന ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന CTET പേപ്പർ 2 വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ കാറ്ററ്റ് 3 ലെവലിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിലുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, an inclusive school. അപ്പോൾ ഈ ഓപ്ഷൻ നിങ്ങൾ 4 നോക്കുക. അപ്പോൾ അതിൽ ഇൻക്ലൂസീവ് സ്കൂളുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലേ? നോക്കിയേ, an inclusive school is committed to improve the learning outcomes of all students irrespective of their capabilities. Option B, differentiate between students and sets less challenging achievement targets for specially abled children. Option C, committed particularly to improve the learning outcomes of specially abled students. And option D, decides learning needs of students according to their disability എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റുഡൻസിന്റെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇൻക്ലൂസീവ് സ്കൂളിന്റെ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. നമുക്ക് പറയാൻ പറ്റുമോ? സിമ്പിൾ അല്ലേ? an inclusive school. എല്ലാ ഓപ്ഷനും കൂടി നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ ഏതാ വരുക? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. An inclusive school is committed to improve the learning outcomes of all students irrespective of their capabilities എന്നതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക അല്ലേ? എന്താണ് committed to improve the learning outcomes of all students. Okay, clear? അപ്പോൾ improve the learning outcomes of all students irrespective of their capabilities. അപ്പോൾ അവരുടെ capabilities, അവരുടെ കഴിവുകളൊക്കെ ഒന്നിനും അനുസരിച്ചല്ലാതെ അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവരുടെ ലേണിംഗ് ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ എന്തിനാ അതിനുള്ള സൗകര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, അല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് ഒരു ഇൻക്ലൂസീവ് സ്കൂൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇതാ, ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. എന്താണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്? ഇപ്പൊ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് കാണുമ്പോൾ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇവിടുത്തെ 4 ഓപ്ഷൻസ് നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റഡ് സ്റ്റുഡന്റുമായി ബന്ധപ്പെട്ട് ഏതാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓപ്ഷൻ നോക്കിയേ, gifted students. Option A, need support not ordinarily provided by the school. Option B, can manage their studies without a teacher. Option C, can be good models for other students. And option D, cannot be learning disabled. അപ്പോൾ എന്താണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതാണ് ചോദിച്ചത്. ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസിൽ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമുക്ക് ഏതാ പറയാൻ പറ്റുക? ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നീഡ് സപ്പോർട്ട് നോട്ട് ഓർഡിനറിലി പ്രൊവൈഡഡ് ബൈ ദി സ്കൂൾ, അതാണോ വരുവോ? അല്ല, ഓപ്ഷൻ ബി ക്യാൻ മാനേജ് ദെയർ സ്റ്റഡീസ് വിത്തൗട്ട് എ ടീച്ചർ എന്നുള്ളതാണോ? ക്യാൻ ബി ഗുഡ് മോഡൽസ് ഫോർ അതർ സ്റ്റുഡൻസ് എന്നുള്ളതാണോ? അല്ല, കനോട്ട് ബി ലേണിംഗ് ഡിസേബിൾഡ്. ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഒരു ലേണിംഗ് ഡിസേബിൾ ആവാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എന്തോ ആവാം, അതൊന്നും നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ ആണ് നമുക്ക് വേണ്ടത്. ഏതാണ് പറയാൻ പറ്റുമോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സംശയം വേണ്ട, ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് മീൻസ് നീഡ് സപ്പോർട്ട് നോട്ട് ഓർഡിനറിലി പ്രൊവൈഡഡ് ബൈ ദി സ്കൂൾ. അതായത് സ്കൂളിൽ ഓർഡിനറിലി എന്ന് വെച്ചാൽ എന്താ, നോർമലായിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിലുള്ള പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് പോരാ, അവർക്ക് എന്ത് ചെയ്യണം, അതിനേക്കാൾ ഒരു പടി മുകളിലുള്ള സപ്പോർട്ടാണ് എന്ത് വേണ്ടത്, ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വേണ്ടത്. എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ആകുമ്പോൾ അതിൽ കാര്യമില്ല അല്ലേ? അപ്പോൾ അവർക്ക് അവരുടേതായിട്ട് എന്തൊക്കെയോ കഴിവുകളുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അതിൻ്റെ ടോപ്പ് ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരും. എൻറിച്ച്മെന്റ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നോർമലി നമ്മൾ ഗിഫ്റ്റഡ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ അവരുടെ IQ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ ഗിഫ്റ്റഡ് ആണോ എന്നൊക്കെ പറയുക. അപ്പോൾ ഏകദേശം നമ്മൾ സാധാരണ പറയുന്നതാണ്, ജനറലി ഒരു 130 above IQ ഉള്ള കുട്ടികളെയാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യുക, ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്നുള്ള ഒരു ലാബിൽ നമ്മൾ കൊടുക്കാറുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ IQ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇന്റലിജൻസ് എന്ന് പറയുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്, നീഡ് സപ്പോർട്ട് നോട്ട് ഓർഡിനറിലി പ്രൊവൈഡഡ് ബൈ ദി സ്കൂൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റിലേക്ക് വരാം. Which of the following is appropriate for environment conducive to thinking and learning in children? Which of the following is appropriate for environment conducive to thinking and learning in children? ഇവിടെ ഉദ്ദേശിക്കുന്നൊന്നുമില്ല, കുട്ടികൾക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം, ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അവർക്ക് യോജിച്ച രീതിയിലുള്ള ഒരു ചുറ്റുപാട് ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഏത് രീതിയിലാണ് അതിൽ അവർക്ക് യോജിച്ച രീതിയിൽ, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ളത് നമ്മൾ ഈ പറഞ്ഞ 4 ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ഏത് പറയാൻ പറ്റും എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ടുള്ള ലേണിംഗ് അവിടെ നടക്കണമെങ്കിൽ, ലേണിംഗ് പ്രോസസ്സ് കുട്ടികളിൽ ഏത് രീതിയിൽ നടക്കുന്നതാണ് ചോദിച്ചത്. നോക്കിയേ, ഓപ്ഷൻസ്: പാസീവ് ലിസണിംഗ് ഫോർ ലോങ് പീരിയഡ്സ് ഓഫ് ടൈം.
home assignments given frequently, individual tasks done by the learners, and option D, allowing students to take some decisions about what to learn and how to learn. ഈ പറഞ്ഞ 4 ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയുന്നതിന്റെ ആൻസർ എന്താണ് വരിക? കൃത്യമായിട്ട് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ എൻവയോൺമെന്റ് കൺഡ്യൂസീവ് ടു തിങ്കിങ് ആൻഡ് ലേണിംഗ് ഇൻ ചിൽഡ്രൻ? ഓക്കെ, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഏത് രീതിയിലാണ് റെഡി ആയിക്കോന്നാണ് ചോദിച്ചത് ഇവിടെ തന്ന 4 ക്ലിയർ. അതായത് അവരുടെ തിങ്കിങ് പ്രോസസ് അതുപോലെ തന്നെ ലേണിംഗ് പ്രോസസ് ഒക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അവർക്ക് ഏത് രീതിയിലുള്ള ഒരു ചുറ്റുപാട് ഒരു എൻവയോൺമെന്റിലാണ് അനുകൂലമായി വരേണ്ടതാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ വരുക പാസീവ് ലിസണിങ് ഫോർ ലോങ് പീരിയഡ്സ് ഓഫ് ടൈം. അങ്ങനെ പാസീവായിട്ട് ഇങ്ങനെ ലിസൺ ചെയ്ത് കേട്ട് പഠിച്ച് ഒരുപാട് സമയത്തോട്ട് പഠിച്ച ഒരു കൃത്യമായിട്ടുള്ള ഒരു തിങ്കിങ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ് നടക്കുമോ? ഒരിക്കലും നടക്കില്ല അല്ലെ. നെക്സ്റ്റ് നിങ്ങൾ നോക്കിയാൽ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ എന്താണ്? ഹോം അസൈൻമെന്റ്സ് ഗിവൺ ഫ്രീക്വന്റ്ലി. എന്താണ്? നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും ഇങ്ങനെ ഇടവേളയില്ലാതെ ചറവറാന്ന് ഹോം അസൈൻമെന്റ് അല്ലെ, കൃത്യമായി ഇടവേളയിൽ ചറവറാ കൊടുക്കുന്നു. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പഠനം നടക്കണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ അതും നമുക്ക് പറയണമെന്നില്ല. പിന്നെ നോക്കി ഇൻഡിവിജ്വൽ ടാസ്ക് ഡൺ ബൈ ദി ലേണേഴ്സ്. അവർക്ക് ഇൻഡിവിജ്വൽ ടാസ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അത് ചെയ്തുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള പഠനം നടക്കണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ ഡി നോക്കിയേ. എന്താണ്? അലോയിങ് സ്റ്റുഡൻസ് ടു ടേക്ക് സം ഡിസിഷൻസ് അബൌട്ട് വാട്ട് ടു ലേൺ ആൻഡ് ഹൗ ടു ലേൺ. അതായത് എന്തൊക്കെയാണ് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ഡിസിഷൻ അവർക്ക് സ്വന്തമായി എടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ എന്ത് ചെയ്യണം? സമ്മതിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവർക്കൊരു അതിനുള്ള ഒരു അനുമതി നമ്മൾ കൊടുക്കണം, ഒരു ടൈം അവർക്ക് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കുട്ടികളിൽ കൃത്യമായിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അലോയിങ് സ്റ്റുഡൻസ് ടു ടേക്ക് സം ഡിസിഷൻസ് അബൌട്ട് വാട്ട് ടു ലേൺ ആൻഡ് ഹൗ ടു ലേൺ എന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഒരിക്കലും കുട്ടികളെ നിർബന്ധിച്ച് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവർക്കൊരു ടൈം കൊടുക്കുക. പക്ഷേ ടൈം കൊടുത്ത ഒരു വർഷം മുഴുവൻ കൊടുക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അവർക്കൊരു ടൈം നമ്മൾ കൊടുത്താൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അവർ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവർ പഠിക്കും. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ലേണിംഗ് ഡിസബിലിറ്റി ഇൻ മോട്ടോർ സ്കിൽസ് ഈസ് കോൾഡ്. അതായത് ലേണിംഗ് ഡിസബിലിറ്റി നിങ്ങൾക്കറിയാം. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഇൻ മോട്ടോർ സ്കിൽസ് ഈസ് കോൾഡ് ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ ആൻഡ് ഡിസ്ഫേസിയ. ഏതാ പറയുക? നമുക്ക് മോട്ടോർ സ്കിൽസ് ആണ്. അവരുടെ ആ ഒരു ലോക്കോമോട്ടോറുമായി ബന്ധപ്പെട്ട് മോട്ടോർ സ്കിൽസ് എന്ന് വെച്ചാൽ നമുക്ക് അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മോട്ടോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതാ വരുക? ഡിസ്പ്രാക്സിയ ആണോ, ഡിസ്കാൽക്കുലിയ ആണോ, ഡിസ്ലെക്സിയ ആണോ, അല്ല ഡിസ്ഫേഷ്യ ആണോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്. ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ലോക്കോമോട്ടോർ ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് വരിക? ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ, ഡിസ്ഫേഷ്യ എന്നല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ടുള്ള ആൻസർ ഡിസ്പ്രാക്സിയ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിസ്പ്രാക്സിയ. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൃത്യമായ ബോഡി മൂവ്മെന്റ് ഒന്നും കറക്റ്റ് പിന്നെ അവർ വിചാരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെയുള്ള പ്രശ്നമാകുമ്പോൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഒരു ഗെയിം കളിക്കാൻ പോകാനോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഒരു ബൈസിക്കിളൊക്കെ ഡ്രൈവ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൃത്യം ബാലൻസ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്ലിക്കേഷൻ ലെവലിൽ. എന്താണ്? ഒരു കുട്ടി അരുൺ എന്ന കുട്ടിയെ ഒരുപാട് കാലങ്ങളായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നു, പക്ഷെ അവന് എപ്പോഴും ബാലൻസ് ഇതുവരെയും ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഇവിടെ ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം മനസ്സിലാക്കുക അതൊക്കെ ഡിസ്പ്രാക്സിയ ആണ്. ബോഡിയുടെ മൂവ്മെന്റ് ഒന്നും കറക്റ്റ് നമുക്ക് കൺട്രോളിൽ എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് ഡിസ്പ്രാക്സിയ. ഓക്കെ, അപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ ഒരിക്കലും ഇത് എന്തല്ല, ഇതൊരു ഒരു രോഗാവസ്ഥയൊന്നുമല്ല. അതായത് എന്താണ്? ഇത് ഫുൾ ടൈം ഇത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയാണെന്നല്ല. കൃത്യമായിട്ട് ഇതിനെന്താണ് സൈക്കാട്രിസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിനുള്ള കൃത്യം സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ആണ്. ഓൺലി ഡിഫിക്കൽട്ടി. ഓക്കെ, ലേണിംഗ് ഡിസബിലിറ്റി മീൻസ് ഓൺലി എ ഡിഫിക്കൽട്ടി. അത് നമുക്ക് ക്യൂർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആ കാര്യമാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ലേണിംഗ് ഡിസബിലിറ്റി. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് ചോദിക്കുന്നത്? അതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു ക്വസ്റ്റൻ. ഇതൊക്കെ ഒരേ സെയിം എക്സാമിന് കണ്ടിന്യൂസ് ആയി വന്ന ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചത്. ലേണിംഗ് ഡിസബിലിറ്റി ഡാഷ് ഓർ വാട്ട് യു മീൻ ബൈ ലേണിംഗ് ഡിസബിലിറ്റി. ഓപ്ഷൻ നോക്കിയേ. ഓക്കെ, ഓപ്ഷൻ എ ഈസ് എ സ്റ്റേബിൾ സ്റ്റേറ്റ്. ഓപ്ഷൻ ബി ഈസ് എ വേരിയബിൾ സ്റ്റേറ്റ്. ഓപ്ഷൻ സി നീഡ് നോട്ട് ഇമ്പയർ ഫംഗ്ഷനിങ് ആൻഡ് ഓപ്ഷൻ ഡി ഡസ് നോട്ട് ഇംപ്രൂവ് വിത്ത് അപ്രോപ്രിയേറ്റ് ഇൻപുട്ട്. അപ്പോൾ ഇത് നമുക്ക് ഏതിൽ ആൻസർ പറയാൻ പറ്റും? ഇതിന് ആൻസർ ഞാനിപ്പോൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിൽ പറഞ്ഞു പോയി അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ കിട്ടും, അല്ലെങ്കിലും കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് ചോദിച്ചത്? ഈസ് എ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണോ, അല്ല വേരിയബിൾ സ്റ്റേറ്റ് ആണോ, അല്ല നീഡ് നോട്ട് ഇമ്പയർ ഫംഗ്ഷനിങ് ആണോ, അല്ല ഡസ് നോട്ട് ഇംപ്രൂവ് വിത്ത് അപ്രോപ്രിയേറ്റ് ഇൻപുട്ട്. ഓക്കെ, ഒരിക്കലും ഇംപ്രൂവ് കൃത്യമായിട്ടുള്ള നമ്മൾ എന്താണ് യോജിച്ച എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്താൽ പോലും ഒരിക്കലും ഇത് ഇംപ്രൂവ് ആവില്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുമോ? ലേണിംഗ് ഡിസബിലിറ്റി ഞാൻ പറഞ്ഞു ഈസ് നോട്ട് എ ഡിസീസ്. ഓക്കെ, ഇതൊരു എന്താണ് സ്ഥിരമായ ഒരു പെർമനന്റ് അല്ല ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലേണിംഗ് ഡിസബിലിറ്റി വെച്ചാൽ എന്താണ്?
അത് അവിടെ സ്റ്റേബിളും അല്ല, ഫിക്സഡ് അല്ല, ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി അല്ല അത് നമുക്ക് എപ്പോഴും ക്യൂർ ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കൃത്യം നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അത് പിന്നെ റെഡിയാക്കി വരാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്തല്ല, അത് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഈസ് എ വേരിയബിൾ സ്റ്റേറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. വേരിയബിൾ സ്റ്റേറ്റ് ആണ്, അത് മാറിക്കൊണ്ടിരിക്കാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ അതൊരു വലിയൊരു സംഭവമായിട്ടൊന്നും കാണണ്ട ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാരണം ചില പേരൻസ് ഒക്കെ കുട്ടികൾക്ക് അങ്ങനെ ഡിസേബിൾഡ് ആണ്, ലേണിംഗ് ഡിസേബിൾഡ് ആണെന്ന് വെച്ചാൽ മറ്റെന്തോ ഒരു ബുദ്ധിമുട്ട് അല്ലെ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നെക്സ്റ്റ് ഓക്കെ, എ ടീച്ചർ ഷുഡ്, ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എ ടീച്ചർ ഷുഡ് ഡാഷ് എന്തായിരിക്കണം നോക്കാം. ഓപ്ഷൻസ്: ട്രീറ്റ് എറേഴ്സ് committed by students as blunders and take serious note of each error. Option B, measure success as the number of times students avoid making mistakes. Option C, note correct students while they are trying to communicate ideas. And option D, focus more on lecturing and provide a foundation for knowledge. അപ്പോൾ ഇതിൽ എ ടീച്ചർ ഷുഡ്, ടീച്ചർ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 4 ഓപ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്നും കൂടെ വായിച്ചു നോക്കണം. വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ടീച്ചർ ഷുഡ് ഏതായിരിക്കണം, ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക എന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അല്ലേ. ആൻസർ ഏതാ വരിക? എ ടീച്ചർ ഷുഡ്. എ ടീച്ചർ ഷുഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ട്രീറ്റ് എറേഴ്സ് കമ്മിറ്റഡ് ബൈ സ്റ്റുഡൻസ് ആസ് ബ്ലണ്ടേഴ്സ് അല്ലേ. ട്രീറ്റ് എറേഴ്സ് കമ്മിറ്റഡ് ബൈ സ്റ്റുഡൻസ് ആസ് ബ്ലണ്ടേഴ്സ് ആൻഡ് ടേക്ക് സീരിയസ് നോട്ട് ഓഫ് ഈച്ച് എറർ. അല്ല, മെഷർ സക്സസ് ആസ് ദ നമ്പർ ഓഫ് ടൈം സ്റ്റുഡൻസ് അവോയ്ഡ് മേക്കിംഗ് മിസ്റ്റേക്സ്. ചിലപ്പോൾ ബി ഒക്കെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തോന്നും. ഓക്കെ, അല്ലെങ്കിൽ ഫോക്കസ് മോർ ഓൺ ലെക്ചറിങ് ആൻഡ് പ്രൊവൈഡ് എ ഫൗണ്ടേഷൻ ഫോർ നോളജ്. ടീച്ചർ എന്താണ് എപ്പോഴും ഇങ്ങനെ ലെക്ചറിങ്ങിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഒന്നുമില്ല അല്ലേ. അപ്പോൾ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്കെങ്കിലും ഓപ്ഷൻ സി ഡൗട്ട് വന്നേക്കാം. ഓപ്ഷൻ സി ആണ്. എ ടീച്ചർ ഷുഡ് നോട്ട് കറക്റ്റ് സ്റ്റുഡൻസ് വൈൽ ദേ ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്. അതായത് ഒരു കുട്ടി എന്തെങ്കിലും ഒരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ് പറയാറ്. കാരണം അങ്ങനെ കറക്റ്റ് ചെയ്തില്ല അതൊരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ അതൊരു തടസ്സമായിട്ട് കുട്ടിക്ക് തോന്നും. പിന്നീട് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനോടൊന്നും താല്പര്യമില്ലാതിരിക്കും. കുട്ടി പിന്നീട് ഒന്നും അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനൊന്നും താല്പര്യപ്പെടാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ക്ലാസ്സിൽ കുട്ടികൾ എന്തെങ്കിലും ഒരു ഐഡിയ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സ്പോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ പോയിട്ട് അതിനെ തിരുത്തിക്കൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ചെയ്യുക, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അവൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ അവരെ വിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. ആ രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. സോ എ ടീച്ചർ ഷുഡ് നോട്ട് കറക്റ്റ് സ്റ്റുഡൻസ് വൈൽ ദേ ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് എന്നുള്ളതാണ് ആൻസർ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ കാരണം എക്സാം ഹോളിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിൽ ബി ആണോ സി ആണോ കൺഫ്യൂഷൻ വരും. ഇപ്പോഴും കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. കാണുമ്പോൾ കുറച്ച് വലിയ ക്വസ്റ്റൻ ആണ്. ഇത്രയും നേരം ചെറിയ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, സീമ ഈസ് ഡെസ്പറേറ്റ് ടു സ്കോർ A+ ഗ്രേഡ് ഇൻ ആൻ എക്സാമിനേഷൻ. As she enters the examination hall and the examination begins, she becomes extremely nervous. Her feet go cold, her heart starts pounding and she is unable to answer properly. The primary reason for this is that എന്തായിരിക്കും? ക്വസ്റ്റൻ ഒറ്റ തവണ വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. അതാണ് സീമ എന്ന് പറയുന്ന കുട്ടിയാണ്. ഭയങ്കര ആശങ്ക ഉൾക്കണ്ടൊക്കെയുള്ള കുട്ടിയാണ്. A+ കിട്ടുമോ എന്നുള്ള നിരാശയോടൊക്കെ കൂടിയിട്ട് ആ കുട്ടി എക്സാം ഹാളിലേക്ക് പോയി അല്ലേ. അങ്ങനെ എക്സാമിനേഷൻ ഹാളിലെത്തി. അങ്ങനെ എക്സാം തുടങ്ങി. എക്സാം സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴേക്കും കുട്ടി എന്തായി, ഷീ ബിക്കംസ് എക്സ്ട്രീംലി നെർവസ്. കുട്ടി വല്ലാതെ നെർവസ് ആയി മാറി അല്ലെ, പേടി തുടങ്ങി. അവിടെ കാലൊക്കെ എന്താണ് തണുത്ത് പറയുന്ന പോലെയൊക്കെ തോന്നാൻ തുടങ്ങി. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അവസ്ഥകളായിരിക്കും. പിന്നീട് അവൻ്റെ ഹൃദയമൊക്കെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി അല്ലെ വല്ലാതെ. അപ്പോൾ എന്താണ്, അവൾക്ക് ഒന്നിനും ആൻസർ കൃത്യമായിട്ട് ചെയ്യാനും പറ്റുന്നില്ല. നെർവസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് അറിയുന്നത് പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, ബ്ലാങ്ക് ആയി പോകും. അല്ലെങ്കിൽ അറിയുന്നത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കേട്ടിട്ട് എക്സാം ഒക്കെ നിങ്ങൾ തന്നെ ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. 4th ക്വസ്റ്റനിൽ പോയിട്ട് ബബിൾ ചെയ്യേണ്ട പകരം നമ്മൾ നെർവസ് ആയിട്ട് നേരെ പോയിട്ട് കറക്റ്റ് ആൻസർ ആണെങ്കിൽ പോലും ഏതെങ്കിലും പോയിട്ട് ബബിളൊക്കെ ചെയ്യും, എല്ലാം തെറ്റിക്കും. അപ്പോൾ അങ്ങനെ ആണ്. അപ്പോൾ ആ കുട്ടി എന്താ പ്രൈമറി റീസൺ ഫോർ ദിസ് ഈസ് ദാറ്റ്. അപ്പോൾ ഇതിനുള്ള റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കും ചില ആളുകൾക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലായിക്കോ. ഓപ്ഷൻസ് നോക്കാം. ഷീ മേ നോട്ട് ബി വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഹെയർ പ്രിപ്പറേഷൻ അല്ലേ. തയ്യാറെടുപ്പിൽ അത്രത്തോളം ഒന്നുമല്ല കോൺഫിഡൻ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അങ്ങനെ ആവാം. ഷീ മേ ബി തിങ്കിങ് എക്സസീവ്ലി അബൌട്ട് ദ റിസൾട്ട് ഓഫ് ദിസ് എക്സാമിനേഷൻ. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് വല്ലാതെ ആലോചിക്കുന്നുണ്ടാവാം. ഇൻവിജിലേറ്റർ ടീച്ചർ ഓൺ ഡ്യൂട്ടി മേ ബി ഹെർ ക്ലാസ് ആൻഡ് ഷീ ഈസ് ഓഫ് വെരി സ്ട്രിക്റ്റ് നേച്ചർ. ഇൻവിജിലേറ്ററായി വന്ന ടീച്ചർ ഒരുപക്ഷെ അവരുടെ ക്ലാസ് ടീച്ചറോ ഒന്നും ആവാം, ക്ലാസ്സിലുള്ള ടീച്ചർ ആവാം. അവർ വല്ലാത്ത സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർ ആവാം. മേ ബി അങ്ങനെ അതുകൊണ്ട് നെർവസ് ആവാം. ഷീ മേ നോട്ട് ബി ഏബിൾ ടു ഡീൽ വിത്ത് സഡൻ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്. അവൾക്ക് എന്താവില്ല, പെട്ടെന്നുള്ള ഇമോഷണൽ ആയിട്ടുള്ള അല്ലെ വൈകാരികമായിട്ടുള്ള ഒരു ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല,
ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവില്ലാതിരിക്കാം, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആ സീമയുടെ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ കോൺഫിഡൻ്റ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അങ്ങനെയൊന്നും ഒരിക്കലും ആവില്ല. ഓക്കെ, അന്നൊരു റീസൺ അല്ല. അതുപോലെ തന്നെയാണ് എന്താണ് വല്ലാതെ റിസൾട്ടിനെ കുറിച്ച് പഠിക്കുന്നത്, അങ്ങനെയൊന്നും ഒരിക്കലും നെർവസ് ആവില്ല. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും അതിൽ ഉണ്ടാവാറില്ല. ഇനിമിതിയായിട്ടുള്ള ടീച്ചർ, ക്ലാസ് ടീച്ചർ ആണെങ്കിൽ പോലും എക്സാമിൽ ഇപ്പോൾ ആ ടീച്ചറെ കണ്ടുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, കാരണം നമ്മൾ എക്സാമിൽ പോകുന്ന കോപ്പി അടിച്ച് എഴുതാമെന്നല്ലോ, നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ ആൻസർ ഷീറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്? ഷീ മെ നോട്ട് ബി ഏബിൾ ടു ഡീൽ വിത്ത് സഡൻ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്. പെട്ടെന്നുണ്ടാവുന്ന വൈകാരികതയെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്താവുന്നത്, ഇത്തരത്തിലുള്ള നെർവസ് വല്ലാതെ ആവുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെയാണ്, പെട്ടെന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വൈകാരികത നമുക്കൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ പേടിയാണ്, ഇത്തവണയും കിട്ടില്ലേ, ഇത്തവണയും കിട്ടില്ലേ, ഇതാണ് പേടി. എത്രത്തോളം പഠിച്ചു എന്നുള്ളതല്ല, എത്രത്തോളം നമ്മളതിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ പെട്ടെന്നുള്ള ആ ഒരു ഇമോഷണൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, ഇത്തവണയും കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇപ്പോഴേ എന്ത് ചെയ്യുക, ബി പോസിറ്റീവ് ആൻഡ് വർക്ക് ഹാർഡ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ള കാര്യത്തിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. രാജേഷ് ഈസ് എ വൊറാഷ്യസ് റീഡർ. അപ്പാർട്ട് ഫ്രം സ്റ്റഡിങ് ഹിസ് കോഴ്സ് ബുക്സ്, he often goes to library and reads books on diverse topics. Rajesh does his project even in the lunch break. He does not need prompting by his teachers or parents to study for tests and seems to truly enjoy learning. He can be best described as dash. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. രാജേഷ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അതിൽ പിന്നെ അതിന് ആദ്യം തന്നെ പറഞ്ഞ കാര്യം എന്താണ്, രാജേഷ് ഈസ് എ വൊറാഷ്യസ് റീഡർ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാലോ, രാജേഷ് എന്താണ്, വായിക്കാൻ അത്രയും എന്താണ് ആർത്തിയുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഓക്കെ, വൊറാഷ്യസ് മീൻസ് അറിയാലോ, ഒരു തരം ആർത്തിയുള്ള. ഓക്കെ, അപ്പാർട്ട് ഫ്രം സ്റ്റഡിങ് ഹിസ് കോഴ്സ് ബുക്സ്, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓഫൺ ഗോസ് ടു ലൈബ്രറി ആൻഡ് റീഡ്സ് ബുക്സ് ഓൺ ഡൈവേഴ്സ് ടോപ്പിക്സ് അല്ലേ. അവന്റെ കോഴ്സ് ബുക്ക് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് മാത്രമല്ല അവൻ എന്ത് ചെയ്യുന്നു, ലൈബ്രറിയിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പുസ്തകങ്ങളും മറ്റ് പുസ്തകങ്ങളും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി പറഞ്ഞ കാര്യം നോക്കിയാൽ, രാജേഷ് ഡസ് ഹിസ് പ്രൊജക്ട് ഈവൺ ഇൻ ദി ലഞ്ച് ബ്രേക്ക് എന്നാണ് പറയുന്നത്. ഈവൺ ഇൻ ദി ലഞ്ച് ബ്രേക്ക് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, അവൻ ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് ആണെങ്കിൽ പോലും ഈ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെച്ചാൽ ഒരു സെക്കൻഡ് പോലും എന്ത് ചെയ്യുന്നില്ല, വെറുതെ രാജേഷ് കളയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ക്ലിയർ? ഹി ഡസ് നോട്ട് നീഡ് പ്രോംപ്റ്റിംഗ് ബൈ ഹിസ് ടീച്ചേഴ്സ് അല്ലെ, പ്രോംപ്റ്റിംഗ് ബൈ ഹിസ് ടീച്ചേഴ്സ് and parents to study for test and seems to truly enjoy learning. എന്ന് വെച്ചാൽ തന്നെയാണ് അവൻ ആരെ കൊണ്ട് ഒരു പരാതികൾ അവൻ കേൾപ്പിക്കുന്നില്ല, ഒന്നും പറയാൻ ഒന്നുമില്ല, അവൻ ഫുൾ ടൈം എൻജോയ് ചെയ്ത് പഠിക്കുവാണ് രാജേഷ്. അതാണ് രാജേഷിന്റെ പ്രത്യേകത എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളോട് പറയുന്ന കാര്യം എന്താ, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഏതൊക്കെയാന്ന് നോക്കിയേ. രാജേഷ് ഈസ് എ ഫാക്ട് സെന്റേഡ് ലേണർ എന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ രാജേഷ് ഈസ് എ ഫാക്ട് സെന്റേഡ് ലേണർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ടീച്ചർ മോട്ടിവേറ്റഡ് ലേണർ. തേർഡ് അസസ്മെന്റ് സെന്റേഡ് ലേണർ ആൻഡ് ഓപ്ഷൻ ഡി ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ലേണർ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലെ. അപ്പോൾ രാജേഷ് ഈസ് എ ഫാക്ട് സെന്റേഡ് ലേണർ ആണോ, അല്ല ടീച്ചർ മോട്ടിവേറ്റഡ് ലേണർ ആണോ, അസസ്മെന്റ് സെന്റേഡ് ലേണർ ആണോ, അല്ല ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ലേണർ ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് പറയാൻ പറ്റുമല്ലോ. ഈ ഒരു ക്വസ്റ്റിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, രാജേഷ് എന്താണ്, വായിക്കാൻ അത്രയും ആഗ്രഹമുള്ള ഒരാളാണ്, ആർത്തിയുള്ള ആളാണ്, ഏത് സമയത്തും പഠനമാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ടീച്ചർ ഒന്നും ഒരിക്കലും അവനോട് ടീച്ചറോ അല്ലെങ്കിൽ അവന്റെ പാരന്റ്സോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പറിൽ മാർക്ക് വാങ്ങിക്കാൻ ഒന്നിനും ആവശ്യപ്പെടുന്നില്ല. എല്ലാം അവൻ തന്നെ അങ്ങോട്ട് ചെയ്യുവാണ്. എല്ലാം അവൻ കൃത്യമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതാ രാജേഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒരു ഫാക്ട് സെന്റേഡ് ലേണർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? വെറും ഫാക്ട് മാത്രം മനസ്സിലാക്കി അങ്ങനെ പോകുന്ന ഒരാളല്ലല്ലോ, അവൻ വൈഡ് ആയിട്ടുള്ള റീഡർ ആണല്ലേ. അപ്പൊ ഫാക്ട് സെന്റേഡ് ലേണർ എന്ന് നമുക്ക് ഒരിക്കലും ഇവിടെ പറയാൻ പറ്റില്ല. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി സെക്കൻഡ് ഓപ്ഷനിലേക്ക് നോക്കിയാൽ ഇതെന്തായാലും ശരിയല്ല അല്ലെ. അടുത്തത് ടീച്ചർ മോട്ടിവേറ്റഡ് ലേണർ. രാജേഷ് ഒരിക്കലും ഒരു ടീച്ചർ മോട്ടിവേറ്റഡ് ലേണർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്താ, ടീച്ചർ നിർബന്ധിച്ചിട്ടല്ല അവനൊന്നും ചെയ്യുന്നത്, ടീച്ചർ ആവശ്യപ്പെട്ടിട്ടല്ല ചെയ്യുന്നത്. പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, ഇതാ അവിടുത്തെ പ്രോംപ്റ്റിംഗ് ഇതാ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ടീച്ചേഴ്സോ അല്ലെങ്കിൽ പാരന്റ്സോ ഒന്നും ആവശ്യപ്പെട്ടിട്ടല്ല അവൻ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് അല്ലെ. അപ്പൊ ടീച്ചർ മോട്ടിവേറ്റഡ് അല്ല. പിന്നെ അസസ്മെന്റ് സെന്റേഡ് ലേണർ. രാജേഷ് ഒരു അസസ്മെന്റ് സെന്റേഡ് ലേണർ എന്ന് പറയാൻ പറ്റുമോ? അതായത് കൃത്യമായിട്ടുള്ള ഇവാലുവേഷനോ മാർക്കിനോ വേണ്ടി മാത്രമാണ് അവൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പൊ അവന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാത്തിനേക്കാൾ പുറമെ എന്താണ് രാജേഷ്, ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ലേണർ ആണ് ശരിക്കും രാജേഷ് അല്ലെ. അതായത് അവൻ ചെയ്യുന്നതൊക്കെ അവന്റെ ഇഷ്ടപ്രകാരമാണ്, അവന്റെ താല്പര്യപ്രകാരമാണ്, അവന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടാണ് അവൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ എന്താണ്, ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ മോട്ടിവേഷൻ നിങ്ങൾ രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ടാകും, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അതുപോലെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ സ്വന്തം ഒരാൾ തോന്നിയിട്ട് മറ്റ് ഒരു
പുറമേ നിന്നുള്ള ഒരു കാര്യത്തിലെ ഒരു വാഗ്ദാനങ്ങൾക്കൊന്നും കണക്കാക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തമായി തോന്നിയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ലേണർ ആണ് രാജേഷ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? ഏതാണ് ശരി നോക്കാം. ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് ആർ unaffected by socio cultural context. Next, student learn only in a certain way. Third, play is significant for cognition and social competence. And option D, questioning by teacher constrains cognitive development. പറഞ്ഞ നാലെണ്ണത്തിൽ ഏതാണ് ട്രൂ, ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഇങ്ങനെ ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ പോലും നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓപ്ഷനിൽ തരുക. അപ്പോൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി തന്നെ എത്തണം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. അപ്പോൾ കൃത്യം മനസ്സിലാക്കി നമുക്ക് സിമ്പിൾ തന്നെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ആൻസർ മാറിപ്പോകും. നോക്കിയേ, ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് ആർ അൺഅഫക്റ്റഡ് ബൈ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. ഡെവലപ്മെന്റ് അതുപോലെ ലേണിംഗ് എന്താ ഈ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അതിനെ എഫക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ലെ, സോഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നതാണ്, അതിനെ എഫക്ട് ചെയ്യുന്നതാണെന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ പറയുന്ന സമയത്ത്. അപ്പൊ ഇതെന്തല്ല ശരിയല്ല. ഓക്കെ, അടുത്ത പിന്നെ ഇതിലേക്ക് വരാം. നമുക്ക് നോക്കിയേ, സ്റ്റുഡൻസ് ലേൺ ഓൺലി ഇൻ എ സെർട്ടൻ വേ എന്ന് പറയാൻ പറ്റുമോ? ഒരു പ്രത്യേക വഴിയിലൂടെ മാത്രമേ കുട്ടികൾ പഠിക്കൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ. കാരണം പല വഴിയും പല വിധത്തിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. സോ ശരിയല്ല. അടുത്തത്, പ്ലേ ഈസ് സിഗ്നിഫിക്കന്റ് ഫോർ കൊഗ്നിഷൻ ആൻഡ് സോഷ്യൽ കോമ്പീറ്റൻസ്. പ്ലേ, കളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമല്ലേ പഠിക്കുക എന്നുള്ളത്. ശരിയാണ് അല്ലേ? സോറി, കളിക്കുക എന്നുള്ളത്. നമ്മൾ കളിക്കുക എന്ന് വെച്ചാൽ പിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിൽ പോയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ആയാലും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയാലും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്ലേ എന്ന് പറയുന്നത്, കളിക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളെ കളിക്കണം എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ അത് അവരുടെ പിയർ ഗ്രൂപ്പിന്റെ ഇടയിലൊക്കെയുള്ള കുറെ ഡെവലപ്മെന്റിനെ അവർക്ക് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ശരിയായിട്ട് പറയാം. പിന്നെ നോക്കിയാൽ ക്വസ്റ്റനിങ് ബൈ ടീച്ചർ കൺസ്ട്രെയിൻസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ടീച്ചറിന്റെ ക്വസ്റ്റനിങ് മാത്രമുള്ളതുകൊണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്ക് ഇതും ശരിയായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്, പ്ലേ, കളിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ ഒരു സമയം കളിക്കാനും കൂടെ അനുവദിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത പിന്നെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോഷ്യലൈസേഷൻ ഈസ് ഡാഷ്. എന്താണ് സോഷ്യലൈസേഷൻ എന്നാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ ഇപ്പം നമ്മുടെ ജിയോഗ്രഫിന്റെ ഒരു ചാപ്റ്ററിൽ സോഷ്യലൈസേഷനുമായി കണക്ട് ചെയ്ത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ പഠിക്കുന്നുണ്ട് അല്ലേ. നോക്കാം. റാപ്പോർട്ട് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ടോട്ട്, process of modernization of society, adaptation of social norms and change in social norms. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റാപ്പോർട്ട് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ടോട്ട്. ഒരു സ്റ്റുഡന്റും ടീച്ചറും മാത്രം തമ്മിലുള്ള ഒരു ബന്ധമല്ലല്ലോ, ഒരു കണക്ഷൻ അല്ലല്ലോ ഈ സോഷ്യലൈസേഷൻ. അങ്ങനെ പറയാൻ പറ്റുമോ? നെക്സ്റ്റ്, പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ ഓഫ് സൊസൈറ്റി. ആണോ? ഒരു സൊസൈറ്റിയുടെ മോഡേണൈസേഷൻ ആണോ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? നെക്സ്റ്റ്, അഡാപ്റ്റേഷൻ ഓഫ് സോഷ്യൽ നോംസ് ആൻഡ് ചേഞ്ച് ഇൻ സോഷ്യൽ നോംസ്. ആ ചാപ്റ്റർ പറയുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതാണ് സോഷ്യലൈസേഷൻ ഇസ് എ കൈൻഡ് ഓഫ് അഡാപ്റ്റേഷൻ ഓഫ് സോഷ്യൽ നോംസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ ഓഫ് സോഷ്യൽ നോംസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാ, എ PT ടീച്ചർ വാണ്ട്സ് ഹെർ സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ഫീൽഡിംഗ് ഇൻ ദി ഗെയിം ഓഫ് ക്രിക്കറ്റ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്ട്രാറ്റജീസ് വിൽ ബെസ്റ്റ് ഹെൽപ്പ് ഈ സ്റ്റുഡൻസ് അച്ചീവ് ദാറ്റ് ഗോൾ? അതായത് ഒരു PT ടീച്ചറുണ്ട്, അവർക്ക് അവരുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ക്രിക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഫീൽഡർമാരാക്കി മാറ്റണം, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിംഗ് എന്ന് പറയുന്നതിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യണം അവരുടെ കുട്ടികളിൽ. അപ്പോൾ അതിന് ഈ പറഞ്ഞ 4 സ്ട്രാറ്റജിയിൽ ഏതാണ് ഏറ്റവും സ്യൂട്ട് ആയിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ടെൽ സ്റ്റുഡൻസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ഫോർ ദം ടു ലേൺ ടു ഫീൽഡ്. എന്ന് വെച്ചാൽ കുട്ടികളെ കുറിച്ച് ഫീൽഡ് ചെയ്യുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ലോജിക് ബിഹൈൻഡ് ഗുഡ് ഫീൽഡിംഗ് ആൻഡ് റൈറ്റ് ഓഫ് സക്സസ്. ഗുഡ് ഫീൽഡിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ആ സക്സസ് റേറ്റിനെ കുറിച്ചൊക്കെയുള്ള ലോജിക്ക്, അതിനെക്കുറിച്ചുള്ള പിന്നെ വിശദീകരണം കുട്ടികൾക്ക് കൊടുക്കാന്നാണ് പറയുന്നത്. തേർഡ്, ഡെമോൺസ്ട്രേറ്റ് ഫീൽഡിംഗ് വൈൽ സ്റ്റുഡൻസ് ഒബ്സർവ്. കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ട് എന്താണ് മറ്റുള്ളവർ ഫീൽഡ് ചെയ്യുന്നത് ആ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കാന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവർ ചെയ്യുന്നു അത് കണ്ടു പഠിച്ചോ എന്ന് പറയുകയാണ് ടീച്ചർ. തേർഡ്, ഗീവ് സ്റ്റുഡൻസ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ് ഇൻ ഫീൽഡിംഗ്. അല്ലെ, എന്താണ് ഒരുപാട് പ്രാക്ടീസ് കൊടുക്കുക ഫീൽഡിങ്ങിലുള്ളത് കുട്ടികൾക്ക്. അങ്ങനെ അവരെ ആ ഒരു ഫീൽഡിംഗ് അവരുടെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്താൽ പറയാൻ പറ്റുമോ? എന്ത് കാര്യങ്ങളായാലും ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ചാൽ അതിന്റെ ഇംപ്രൂവൈസേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? പ്രാക്ടീസ് തന്നെയാണ് അല്ലേ. പ്രാക്ടീസ്. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് കുട്ടികൾ ഇങ്ങനെ കണ്ടു പഠിച്ചിട്ടോ കേട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ലോജിക്ക് പഠിച്ചിട്ടോ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽഡിംഗ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ നേരിട്ട് തന്നെ മനസ്സിലാക്കണം, പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവും. ക്ലിയർ? അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെയാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. വെറുതെ നമ്മൾ ക്വസ്റ്റ്യൻ കേട്ടുകൊണ്ട് കാര്യമില്ല.
വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റിവൈസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് സക്സസ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഗിവ് സ്റ്റുഡൻസ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വരുന്ന ദിവസങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ എണ്ണം ഇങ്ങനെ കൂടി വരാം, അതിന് കുഴപ്പമില്ല. ഓക്കെ, നമ്മളിങ്ങനെ കൂട്ടി വരും, നമ്മൾ ലെവലിലേക്ക് എത്തുന്ന രീതിയിൽ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ടോപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പായിട്ടും എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, അതിന് കൂട്ടത്തിൽ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ. ഓക്കെ, ഒരു ടൈമൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് തന്നെ ഡെയിലി പഠിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊന്ന് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.